പ്രാഥമിക ചോദ്യം ചെയ്യലിന് ശേഷം മുരാരി ബാബുവിന്റെ അറസ്റ്റ് ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇന്ന് വൈകുന്നേരം തന്നെ റാന്നി കോടതിയിൽ ഹാജരായിരിക്കും. ഒരുപക്ഷെ വീഡിയോ കോൺഫറൻസ് വഴിയോ അല്ലെങ്കിൽ നേരിട്ടോ ഹാജരാക്കാനാണ് നീക്കം. ഇപ്പോൾ അന്വേഷണ സംഘത്തിലെ കൂടുതൽ ഉദ്യോഗസ്ഥർ, SHO അനീഷ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ഇവിടെ എത്തുന്നു. കഴിഞ്ഞ ദിവസം ഹൈദരാബാദിലും ചെന്നൈയിലും ഒക്കെ പരിശോധന നടത്തിയത് ഈ സംഘമാണ്. എന്തായാലും അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ അറസ്റ്റാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ കേസിലെ ഒന്നാം പ്രതി മുഖ്യ പങ്കാളിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിലുണ്ട്. ആസൂത്രണത്തിന്റെ തുടക്കക്കാരൻ എന്ന് പറയുന്ന മുരാരി ബാബുവും കൂടി ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിൽ വരുന്നു. രണ്ടുപേരും ഒരുമിച്ച് കസ്റ്റഡി വരുന്നതോടുകൂടി ഇതിന്റെ കൂടുതൽ വിവരങ്ങളിലേക്ക്, അതായത് ഈ ആസൂത്രണത്തിന്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് ക്രൈംബ്രാഞ്ചിന് പോകാൻ കഴിയും. മുരാരി ബാബുവിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ കൃത്യമായി മുരാരി ബാബുവിന്റെ പങ്ക് എന്താണ് എന്നത് സംബന്ധിച്ച് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിൽ നിന്നും ലഭിക്കുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ, മറ്റു ചില സാക്ഷിമൊഴികളുടെ അടിസ്ഥാനത്തിലൊക്കെ വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം ഈ സ്വർണം പാളി കൊണ്ടുപോയ വ്യക്തികൾ ഉൾപ്പെടെ അവരെയൊക്കെ മൊഴിയെടുത്തിരുന്നു. പക്ഷേ അവരുടെ അറസ്റ്റ് എന്തുകൊണ്ട് പോകുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ ഈ ഘട്ടത്തിൽ അറസ്റ്റിലേക്ക് പോകുന്നില്ല എന്നാണ് SIT വ്യക്തമാക്കിയത്. കാരണം ഈ പങ്ക് വ്യക്തമാകുന്ന, അതായത് നിർണായകമായിട്ടുള്ള തെളിവുകൾ ഓരോ വ്യക്തികൾക്കും ലഭിക്കുന്ന മുറയ്ക്ക് അവരുടെ അറസ്റ്റിലേക്ക് പോകാനാണ് കോടതി നിർദ്ദേശവും. അതുപോലെ തന്നെ കോടതിയിൽ കഴിഞ്ഞ ദിവസം SIT ഉദ്യോഗസ്ഥൻ പറഞ്ഞതും അപ്രകാരമാണ്.